വെറ്റിനറി സയൻസിന് എത്രത്തോളം സ്കോപ്പ് ഉണ്ട് എന്നുള്ളതാണ് ഇന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള ചോദ്യം എന്നുള്ളത്. മുൻപൊക്കെ നമ്മളൊക്കെ മെഡിസിൻ എഞ്ചിനീയറിംഗ് എക്സാം ഒക്കെ എഴുതിയിരുന്ന കാലഘട്ടത്തിൽ മെഡിസിൻ MBBS കഴിഞ്ഞാൽ ആളുകൾ ചൂസ് ചെയ്തിരുന്നത് പിന്നെ BDS, BAMS, BHMS ഈ ഒരു ഓർഡറിലാണ് ഉണ്ടായിരുന്നത്. വെറ്റിനറി സയൻസ് ഒക്കെ വളരെ താഴെയാണ് വന്നിരുന്നത്. എന്നാൽ ഇന്നത്തെ കുട്ടികൾ MBBS കഴിഞ്ഞാൽ ഈവൻ BDSന്റെ മേലെ ചൂസ് ചെയ്യുന്നത് പലപ്പോഴും വെറ്റിനറി സയൻസ് ആണ്. ഇതിന് ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ വെറ്റിനറി സയൻസ് പഠിച്ച് ഇറങ്ങുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ് എന്നുള്ളതാണ്. രണ്ട് റീസൺസ് ഉണ്ട്. ഒന്ന്, പഠിച്ചിറങ്ങുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. നിങ്ങൾ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ 2 കോളേജുകൾ, മണ്ണുത്തിയിലും വയനാട് മാത്രമാണ് 2 വെറ്റിനറി സയൻസ് കോളേജുകൾ, BBSc പഠിക്കാനുള്ള കോളേജുകൾ കേരളത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ പഠിച്ചിറങ്ങുന്ന ഗ്രാജുവേറ്റ്സിൻ്റെ എണ്ണം വളരെ കുറവാണ്. പ്രൈവറ്റ് മേഖലയിലൊന്നും പ്രത്യേകിച്ച് ഇത്തരം കോളേജ് നമുക്ക് കേരളത്തിലും മറ്റൊന്നും അവൈലബിൾ അല്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു സൈഡ് എന്നുള്ളത് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ്. കാരണം നമുക്കറിയാം ഇന്ന് പെറ്റ്സിനെ വളർത്തുക എന്നുള്ളത് ഒരു ശീലമായി മാറിക്കൊണ്ടേയിരിക്കുകയാണ്. പലതരത്തിലുള്ള പെറ്റ്സ്, എക്സോട്ടിക് പെറ്റ്സ് വരെ നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ വെറ്റിനറി സയൻസ് പഠിക്കുന്ന ആളുകൾ അതിൻ്റെ കൂടെ ആനിമൽ ഹസ്ബൻഡറി എന്നുള്ളൊരു ഫീൽഡ് കൂടി പഠിക്കുന്നുണ്ട്. ആനിമൽ ഹസ്ബൻഡറി എന്ന് പറയുമ്പോൾ അവിടെ ഫാം ഹൗസുകളൊക്കെ കേരളത്തിന് പുറത്തും വിദേശത്തൊക്കെ കൂടി വരുന്നു. അവിടെ അപ്പോൾ അത്തരം ഫാം ഹൗസുകളിൽ വർക്ക് ചെയ്യാനും മറ്റൊക്കെ ആളുകൾ ആവശ്യമുണ്ട്. എന്ന് മാത്രമല്ല ഗവൺമെൻറ് തലത്തിലും ഓൺ എ കോൺട്രാക്ട് ബേസിസ് ആസ് വെൽ ആസ് പെർമനന്റ് ബേസിസ് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് വെറ്റിനറി സയൻസ് ഡോക്ടേഴ്സുമായി ബന്ധപ്പെട്ടുണ്ട്. ഒരു വെറ്റിനറി ഡോക്ടറുമായിട്ട് ഞാൻ നടത്തിയ ഇന്റർവ്യൂ ഞാൻ താഴെ കമന്റിൽ ഞാൻ ലിങ്കായിട്ട് നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് മുഴുവനൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, എക്കണോമിക്സിൽ ഏതൊരു കാര്യത്തിനും സ്കോപ്പ് ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഒന്ന്, ഡിമാൻഡ് എന്നുള്ളത് കൂടി വരികയാണ്. കാരണം ആളുകൾ പെറ്റ്സിനെ കൂടുതൽ വളർത്താൻ തുടങ്ങി, പല എക്സോട്ടിക് പെറ്റ്സ് വന്നു തുടങ്ങി, ഫാം ഹൗസുകൾ വ്യാപകമാവാൻ തുടങ്ങുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഡിമാൻഡ് എന്നുള്ളത് കൂടുതലാണ്. ഈവൻ വിദേശ രാജ്യങ്ങളിൽ പോലും ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ്. എന്ന് മാത്രമല്ല ഗവൺമെൻറ് സെക്ടറിലും അതേപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ടെമ്പററി ആയിട്ടുള്ള താൽക്കാലികമായിട്ടുള്ള സെക്ടറുകളിലും എല്ലാം അവിടെ ഒരുപാട് ആളുകളെ അവർ ഹയർ ചെയ്യുന്നുണ്ട്. എന്നാൽ അപ്പുറത്ത് സപ്ലൈ ആക്ച്വലി കുറവാണ്. ഈ സപ്ലൈ കുറവായതുകൊണ്ട് തന്നെ അവിടെ കുറച്ച് ആളുകളെ പുറത്തു വരുന്നുള്ളൂ. ഈ കുറച്ച് ആളുകൾ പുറത്തു വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കൊക്കെ ഹൈ ഡിമാൻഡിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ജോബൊക്കെ അവർക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് വെറ്റിനറി സയൻസ് എന്നുള്ളത് ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ സ്കോപ്പുള്ള, വളരെയധികം ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു ഫീൽഡാണ്. പിന്നെ സ്വാഭാവികമായിട്ടും വരുന്നൊരു ചോദ്യം എന്നുള്ളത്, ഇത് എല്ലാവർക്കും പറ്റിയൊരു ഫീൽഡാണോ? സ്വാഭാവികമായിട്ടും മൃഗങ്ങളുമായിട്ടും ഇടപഴകേണ്ട ഒരു ഏരിയയാണ്. ഭൂരിഭാഗം ആളുകളും മൃഗങ്ങളുമായിട്ട് ഇടപഴകിയുള്ള പരിചയം ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ നിങ്ങൾ ധൈര്യപൂർവ്വം എടുക്കുക. നിങ്ങൾക്ക് ആ ഒരു ഫീൽഡ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മൃഗങ്ങളുമായിട്ടൊക്കെ ഇടപഴകി ജീവിക്കാൻ സാധിക്കും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ധൈര്യപൂർവ്വം നിങ്ങൾ എടുക്കുക. അതിനോട് തീരെ സാധിക്കില്ല എന്ന് തോന്നുന്ന ആളുകൾ, പല കാരണങ്ങളാൽ സാധിക്കില്ല എന്ന് തോന്നുന്ന ആളുകൾ ഉണ്ടാവും, അവരെടുക്കാതിരിക്കുക. എന്നാൽ ഒരാൾക്ക് മൃഗങ്ങളുമായിട്ട് പ്രത്യേകിച്ച് പെറ്റ്സ് ഒന്നും ഇല്ല, ആൾക്ക് മൃഗങ്ങളുമായിട്ട് നേരത്തെ ബന്ധങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് എടുക്കുന്നിടത്ത് കുഴപ്പമൊന്നുമില്ല. ഇഫ് യു മെന്റലി തിങ്ക് ദാറ്റ്സ് ഓക്കെ ഫോർ യു. നിങ്ങൾക്ക് ബയോളജിയോട് ഒരു ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, അനാട്ടമിയോട് ഒരു ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, ഇത്തരം കാര്യങ്ങൾ മൃഗങ്ങളൊക്കെ പരിചരിക്കുന്നിടത്ത് നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ എടുക്കുന്നിടത്ത് യാതൊരു കുഴപ്പങ്ങളും ഇല്ല എന്നാണ് പറയാനുള്ളത്. നിങ്ങൾക്കുള്ള ചോദ്യങ്ങളും മറ്റും താഴെയുള്ള കമന്റ് ബോക്സിൽ നിങ്ങൾ ഇടാൻ മറക്കണ്ട. അതോടൊപ്പം നിങ്ങൾക്കുള്ള മറ്റ് കരിയർ ക്വറീസും നിങ്ങൾ നിർബന്ധമായിട്ടും താഴെ കമന്റ് ചെയ്യുക.